ഹായ് ഓൾ, വ്ളോഗർ അജുവിന്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വാഗമണിലേക്കാണ്. വാഗമൺ എന്ന് പറയുമ്പോൾ എല്ലാവരും പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും അല്ലേ. വാഗമണിൽ തന്നെ ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ട് വില്ലേജ് ഉണ്ട്. ആ വില്ലേജിന്റെ പേരാണ് പശുപ്പാറ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര പശുപ്പാറയിലേക്കാണ്. നമ്മൾ യാത്ര തിരിച്ചത് തൊടുപുഴയിൽ നിന്നായിരുന്നു. തൊടുപുഴയിൽ നിന്ന് നേരെ കാഞ്ഞാറ് വഴി നമ്മൾ നേരെ പുള്ളിക്കാനത്ത് എത്തി. പുള്ളിക്കാനത്ത് നിന്നാണ് നമ്മൾ നേരെ വാഗമൺ പോയി അവിടെ നിന്നാണ് പശുപ്പാറയിലേക്ക് പോയത്. പോകുന്ന വഴിയൊക്കെ നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രൈവ് ആയിട്ടാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് പോയത്. ഇടുക്കി ജില്ലയിലെ ഏലപ്പാറയ്ക്കടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് നമ്മുടെ ഈ ഒരു പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഏലപ്പാറ, വാഗമൺ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഏകദേശം ഒരു 12 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടുള്ളൊരു ദൂരം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വാഗമണ്ണ് കാര്യങ്ങളൊക്കെ പോയി ആ ഒരു മുട്ടക്കൊന്ന് കാര്യങ്ങളൊക്കെ മാത്രമല്ല നമ്മൾ പോയി ഇന്ന് കാണുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേറെ സ്ഥലം വാഗമണ്ണിൽ ഉണ്ടോയെന്നൊന്ന് അന്വേഷിച്ച് നോക്കിയതാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കിട്ടിയൊരു ചെറിയൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു പശുപ്പാറ എന്ന് പറയുന്നത്. വിറ്റിയുടെ ടീ പ്ലാന്റേഷന്റെ ഫാക്ടറി ഈ ഒരു പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ ഒരു ആൾക്കാരും കാര്യങ്ങളും എല്ലാം അവർ ഈ ഒരു വിറ്റിയുടെ ഫാക്ടറിനെയും ഈ ഒരു തേയിലത്തോട്ടത്തിനെയൊക്കെ ആശ്രയിച്ചാണ് അവരൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഇവരെ തൊഴിലാളികൾക്കൊക്കെ ആയിട്ട് ചെറിയ ഡിസ്പെൻസറി, സ്കൂൾ സൗകര്യം, അതായത് LP സ്കൂളും കാര്യങ്ങളും മാത്രം ഉള്ളെങ്കിലും ബാക്കി സൗകര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചെറിയൊരു ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. നമ്മൾ ഇവിടുന്ന് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഇഷ്ടം പോലെ വ്യൂ പോയിന്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഇപ്പം ആണെങ്കിൽ നമുക്ക് വാഗമൺ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടൈമാണ്. കാരണം ചെറിയ മഴയും കാര്യങ്ങളും കോടയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് ഫുൾ ടൈം വാഗമണിൽ. സഞ്ചാരികളിലൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമായിട്ടാണ് വാഗമൺ അറിയപ്പെടുന്നത്. കാരണം ഒരു മിനി ഊട്ടി സെറ്റപ്പാണ് നമ്മുടെ വാഗമണിലുള്ളത്. പക്ഷേ ഈ ഒരു പശുപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലം ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ കണ്ടുപിടിച്ച് പോയൊരു സ്ഥലമാണ് നമ്മുടെ പശുപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൊട്ടാണ് നമ്മുടെ പശുപ്പാറയുടെ ഒരു സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഈ ഒരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ഒരു സ്ഥലം തൊട്ടാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. ഒരു അതിരപ്പള്ളി റൂട്ടൊക്കെ ആ ഒരു ഫീലാണ് നമ്മുടെ ഈ ഒരു വഴി കാര്യങ്ങളെല്ലാം തരുന്നത്. അപ്പൊ ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ AVTയുടെ ഫാക്ടറി എന്ന് പറയുന്നത്. ഇപ്പോൾ AVT ടീ പ്ലാന്റേഷൻസിന്റെ ടീ മേക്കിങ്ങിന്റെ ഫാക്ടറിയാണിത്. ആ ഫാക്ടറിയുടെ ഒരു എൻട്രൻസ് വ്യൂവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കൂടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ് വ്യൂവും കാര്യങ്ങളെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്പെൻസറി കാര്യങ്ങൾ, ക്ലബ്ബ് കാര്യങ്ങളെല്ലാം എന്താ പറയുക, അവിടുത്തെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലബ്ബ്, ഫാക്ടറി, സ്കൂള് കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഒരു വഴിക്കുണ്ട്. വാഗമണിന്റെ ഈ തിരക്കിന്നൊക്കെ മാറിയിട്ട് എന്താ പറയുക, എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ഗ്രാമം കൂടിയാണ് നമ്മുടെ ഒരു പശുപ്പാറ എന്ന് പറയുന്നത്. എന്താ പറയുക, പ്രകൃതിയുടെയൊക്കെ ഒരു വേറൊരു ലെവൽ അറ്റ്മോസ്ഫിയർ ആണ്. പിന്നെ കൂടുതലും നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ എന്താ പറയുക, പ്ലാസ്റ്റിക്സ് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാണ്ടിരിക്കുക. കാരണം അവർ അത്രയ്ക്ക് നന്നായിട്ട് തന്നെ കെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി അതുപോലെ തന്നെ കൊണ്ടുപോകുന്നൊരു സ്ഥലമാണിത്. എന്താ പറയുക, നമ്മുടെ മൂന്നാറിലെ വട്ടവടയൊക്കെ ഇല്ലേ, ആ ഒരു ഏരിയയിലെ ഒരു ചെറിയൊരു മിനി വട്ടവട എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയനെ വിളിക്കാം. ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന ഒരു സ്ഥലമൊക്കെയാണിത്. അപ്പോൾ അവിടുത്തെ LP സ്കൂളാണ് ഈ ഒരു താഴത്ത് കാണുന്നത്. അവിടെ LP സ്കൂൾ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഴയ രീതിയിലുള്ള കടകളൊക്കെ ഉണ്ട്. പിന്നെ മരങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുകയാണ്. അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഞങ്ങൾ ചെന്നപ്പം ചെറിയ മഴയൊക്കെ ആയിരുന്നു. ആ ഒരു വേറെ ലെവൽ ഭംഗിയായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് അവിടുത്തെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെയാണ് ഈ ഒരു ക്ലബ്ബാണ് ആ താഴത്ത് കാണുന്നത്. ഈ വില്ലേജും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നേരെ വാഗമണിലേക്ക് തിരിച്ചു വന്നു. വാഗമണിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്തുനിന്ന് തന്നെ വണ്ടി പോലും കാണത്തില്ലായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. വാല്യുബിൾ കമൻസ് പ്രതീക്ഷിച്ചുകൊള്ളുന്നു.